ഞാൻ ഡോക്ടർ കുലിയോപോൾ, ഡെർമറ്റോളജിസ്റ്റ് ആണ് ഇവിടെ ഗ്രേസ് ആൻഡ് ഗ്ലോ സ്കിൻ ക്ലിനിക്കിൽ. ഇവിടെ നമ്മൾ മെയിൻലി ഡീൽ ചെയ്യുന്ന ഇഷ്യൂസ് ആണ് സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസ്, ഹെയർ ഫോൾ, സമയത്തിനനുസരിച്ച്, പ്രായം അനുസരിച്ച്, കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് എല്ലാവരുടെയും സ്കിന്നിന് ചേഞ്ചസ് ഉണ്ടാവും. അതിനനുസരിച്ച് അസുഖങ്ങളും ഫേസ് ചെയ്യും. സോ ഹിയർ വി ഗിവ് എ ഹോളിസ്റ്റിക് അപ്രോച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ നോയിങ് വാട്ട് ഇസ് ദ കോസ് ആൻഡ് ദെൻ വി സ്റ്റാർട്ട് വിത്ത് ദ ട്രീറ്റ്മെന്റ്. നമുക്കിവിടെ സ്കിന്നിന് ബ്രൈറ്റനിങ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, ലേസർ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, സ്കാർ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്, MNR, CO2 ലേസർ, ഈവൻ ബ്രൈഡ്സിന് വേണ്ടിയിട്ട് ഹൈഡ്രാ ഫേഷ്യൽസ്, അങ്ങനെ പലതരത്തില് ബേസിക് ടു കോംപ്ലക്സ് ട്രീറ്റ്മെന്റ്സ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഹെയർ ലോസിന് വേണ്ടിയിട്ട് PRP, GFC, autosomal, exosomes, almost all kinds of treatments we provide here. We go through a holistic approach here and we find the apt solutions for them at our maximum effort. ഇനി സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ 2ാം ഡിവിഷൻ UDF സ്ഥാനാർത്ഥി ഫൗസിയ സജീറാണുള്ളത്. വാർത്തയിലേക്ക്. സ്ഥാനാർത്ഥിയോടൊപ്പം പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് നഗരസഭ 2ാം ഡിവിഷൻ കൽവത്തിയിലെ UDF സ്ഥാനാർത്ഥി ഫൗസിയ സജീറാണ്. ഏവരെയും ചിരിയോടുകൂടി നേരിടുന്ന ഫൗസിയ സജീർ ഡിവിഷൻ UDFന് വേണ്ടി പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ്. ഫൗസിയ സജീർ നഗരസഭ 2ാം ഡിവിഷനിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ഇപ്പൊ പ്രചരണമൊക്കെ തുടങ്ങിയിട്ട് ഒരാഴ്ച പിന്നിട്ടല്ലോ. എത്ര റൗണ്ട് വീടുകൾ കയറി? ഓൾറെഡി ഒരു റൗണ്ട് ഫുള്ളാക്കി. ഇപ്പൊ 2ാം റൗണ്ടിലേക്ക് കടന്നിട്ട് അതും ഒരുവിധമായി അവസാന റൗണ്ട്, 2ാം റൗണ്ട് അവസാന ഘട്ടത്തിലാണ്. ഫൗസിയ വീടുകളിൽ ചെല്ലുമ്പോൾ, ഭവന സന്ദർശനം നടത്തുമ്പോൾ വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം എന്താ? നല്ല രീതിയിലുള്ള പ്രതികരണമാണ്. കൂടെ ഉണ്ടാവുമെന്നും പറഞ്ഞ സപ്പോർട്ട് നല്ല രീതിയിൽ തരുന്നുണ്ട്. വോട്ടർമാര് വല്ല ഡിവിഷന്റെ പുരോഗതിയെ കുറിച്ചായാലും അല്ലെങ്കിൽ വല്ല പോരായ്മകളെ കുറിച്ചായാലും സംവദിക്കാറുണ്ടോ, പറയാറുണ്ടോ? അല്ല, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ആകെ 1-2 സ്ഥലത്ത് ഇങ്ങനെ ചെറിയ രീതിയിൽ കൊതുക് ശല്യം, ഒരു സ്ഥലത്ത് കുടിവെള്ളം, അത് ഈ ഒരു ഏരിയയില് അപ്പുറം മാറി വരുമ്പോ കുറച്ച്, അതായത് പുതിയതായിട്ട് മാറി വന്ന കേറി വന്ന ഡിവിഷന്റെ ഭാഗത്ത് ആണ് പരാതികൾ. മാലിന്യ പ്രശ്നം, അതൊക്കെ പുതിയതായിട്ട് കയറി വന്ന ഭാഗത്താണ് മാലിന്യ പ്രശ്നം. പിന്നെ വഴിവിളക്ക് കത്താത്തതിൻ്റെതും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞത്. പിന്നെ ഓൾറെഡി ഉണ്ടായിരുന്ന സ്ഥലത്ത് വലിയ പരാതികളൊന്നും അങ്ങനെ വന്നിട്ടില്ല. ഇനിയിപ്പോ നമ്മള് ഈ ഡിവിഷൻ നിലവില് UDFന്റെ എന്ന് പറയാൻ പറ്റില്ല, LDFന്റെ എന്നും പറയാൻ പറ്റില്ല. ഇവിടെ നിന്ന് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച TK അഷ്റഫിന്റെ കയ്യിലാണ് ഇപ്പോൾ സിറ്റിംഗ് കൗൺസിലർ അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹം വേണമെങ്കിൽ നമുക്കിപ്പോൾ അദ്ദേഹം UDFന്റെ ഭാഗമാണ് എന്ന് പറയാം. കൗൺസിലർ എന്ന നിലയിലല്ല, ഇപ്പോൾ ഒരു വ്യക്തി, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം ഇപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. അപ്പോ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വോട്ടർമാരിൽ നിന്ന് വല്ല പ്രതികരണം ഉണ്ടാകാറുണ്ട്? അല്ലെങ്കിൽ ലീഗിന്റെ TK അഷ്റഫിന്റെ ലീഗ് എന്നുള്ള രീതിയിൽ സംവദിക്കാറുണ്ടോ, പറയാറുണ്ടോ? അല്ല, അങ്ങനെയല്ല. ഷെർഫുഖാൻ എല്ലാവർക്കും അറിയുന്നോണ്ട് ഷെർഫുഖാന്റെ ആളല്ലേ എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ അടുത്തത് പറഞ്ഞാല് ഷെർഫുഖാന്റെ ഓഫീസ് സ്റ്റാഫിന്റെ വൈഫാണ്. അപ്പൊ സജീർ എന്നാണ് പേര്. പുള്ളിയുടെ കാര്യം ചോദിക്കും. പിന്നെ ചില ഇതില് കോൺഗ്രസിന്റെതല്ലേ, അങ്ങനെയും ചോദിക്കും. അതായത് കോൺഗ്രസ്സുകാര് കോൺഗ്രസിന്റെതല്ലേ എന്ന് ചോദിക്കും. സ്വാഭാവിക അതങ്ങനെയാണല്ലോ. UDF എന്ന് നമ്മൾ പറയുമ്പോഴും ഇപ്പൊ ഓരോരുത്തരുടെ രാഷ്ട്രീയം അനുസരിച്ചുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. എന്തായാലും വളരെ സ്നേഹമായിട്ടാണ് വോട്ടർമാര് ഫൗസിയയോട് പെരുമാറുന്നത്. ഈ ഫൗസിയയുടെ ഈ ചിരി വല്ലാതെ ആകർഷിക്കുന്നുണ്ടെന്ന് വോട്ടർമാരായാലും പറഞ്ഞിട്ടുണ്ട്. ചിരി ഞാൻ ആദ്യമേ ചിരിക്കണ കൂട്ടത്തിൽ തന്നെയായിരുന്നു. ഇപ്പൊ പിന്നെ ഒന്നും കൂടി ചിരി കുറച്ചുകൂടി കൂടുതലായി. എന്റെ കൂടെ നിൽക്കുന്നവരും എന്നെ ചിരിപ്പിച്ചോണ്ടാണ് നടക്കണത്. ഒരു തരത്തില് ടെൻഷൻ തരാതെ നല്ല പോസിറ്റീവായിട്ടാണ് എന്റെ കൂടെയുള്ള എല്ലാ ആളുകളും ഉള്ളത്. അപ്പൊ എനിക്കൊന്നുകൂടി എന്റെ ചിരി കൂടുതലായി. അത് പറയുന്നുണ്ട്, ഒരു ചർച്ചയുണ്ട്, അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. വെറുതെ ചോദിച്ചത്. ഫൗസിയ ചിരിക്കുമ്പോൾ, ആ ചിരി കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നുന്നുണ്ട് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. ഫൗസിയ PTA LP സെക്ഷൻ മുതൽ LPയിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കുട്ടി മാറിയപ്പോ ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലായി. അപ്പൊ PTA പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പൊ നിലവിൽ PTA പ്രസിഡന്റ് ആയിരുന്നു 3 വർഷം. PTA കമ്മിറ്റി അംഗമായിട്ട് അവിടെ ഒരുപാട് വർഷമായി. ഇപ്പൊ LPന്ന് മാറി. ഇപ്പൊ ഹയർ സെക്കൻഡറി തലത്തിൽ വൈസ് പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് 2ാമത്തെ കൊല്ലം. സ്കൂളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ
കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നന്നായി പഠിക്കുന്ന ഒരാളാണ്. അതെ. പഠിച്ച് അതെ അതിന് പരിഹാരം കണ്ടെത്താൻ അതെ. ശ്രമിക്കുന്ന ഒരാളാണ്. അതെ സ്വാഭാവികമായിട്ടും ഞാനും ഒരു PTA പ്രസിഡന്റാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ കുറെ കാര്യങ്ങൾ അറിയാം. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഡിവിഷന്റെ പ്രതിനിധിയായി ജനങ്ങൾ അംഗീകരിച്ചാൽ, തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ ഡിവിഷനിൽ നടപ്പാക്കാൻ മനസ്സിൽ വല്ലതും കരുതി വെച്ചാൽ, അതായത് ഇപ്പൊ സ്വാഭാവികമായിട്ട് നടപ്പാവുന്ന പദ്ധതികൾ അല്ലെങ്കിൽ നഗരസഭയുടേതായിട്ടുള്ള പദ്ധതികൾ പലതും ഉണ്ടാവും. ഉണ്ടാവും. അത് ആ ഡിവിഷനിലും നടപ്പാക്കേണ്ടി വരും. അല്ലാതെ എന്തെങ്കിലും ഇപ്പൊ ഞാൻ ഇതിന്റെ ജനപ്രതിനിധിയായാൽ എനിക്ക് അങ്ങനെ നമ്മൾ മനസ്സിൽ വെക്കുമല്ലോ, ഇന്നതുപോലെ ഒരു എന്തെങ്കിലും ചെയ്യണം, ഹലോ നമ്മളെ അടയാളപ്പെടുത്താൻ അതെ അടയാളപ്പെടുത്താൻ പറ്റിയ അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ? ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ പറഞ്ഞാല് അങ്ങനെ നമ്മൾ ഇനിയിപ്പോ അതിലേക്ക് കടന്നു വന്നിട്ടുള്ളൂ. അപ്പൊ കൂടുതലായിട്ടാണ് പഠിച്ചിട്ടില്ല, പഠിച്ചു വരുന്നുള്ളൂ. നിലവിലുള്ള സംവിധാനങ്ങൾ കുറച്ചും കൂടി മെച്ചപ്പെടുത്തണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആ സമയത്ത് പല പല കാര്യങ്ങളും ജനങ്ങളുമായി കൂടിയാലോചിച്ച് ഇപ്പോഴും ഒരു ഭാഗത്തുനിന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്, എന്തോ ഒരു സ്ഥലം ഇങ്ങനെ എടുക്കണ്ട, അവിടെ നമുക്കൊരു കൂട്ടായ്മ പോലെ, അതായത് ഒരു ഓഫീസ് റൂം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു ഓപ്പൺ ജിം പോലെ അങ്ങനെയുള്ള സ്ഥലങ്ങളും വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് കൂടുതലും മനസ്സിലുള്ളത്. അത് വനിതകൾ തന്നെയാണ് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അപ്പൊ നമുക്ക് നോക്കാം, ആദ്യം ഇതിലേക്ക് കടന്നു വരട്ടെ, അതായത് ചിലപ്പോൾ നമുക്ക് കൂടുതലും കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കും. രാവിലെ മുതൽ തന്നെ പ്രവർത്തകരോടൊപ്പം ഭവന സന്ദർശനത്തിലായിരുന്നു ഫൗസിയ സജീറും. കഴിഞ്ഞ തവണ ഇരു മുന്നണികളെയും നെറ്റിച്ചുകൊണ്ട് സ്വതന്ത്രനായി മത്സരിച്ച TK അഷ്റഫ് വിജയിച്ചു കയറിയ ഡിവിഷനാണ് 2ാം ഡിവിഷൻ. ഈ ഡിവിഷനിലേക്ക് പുതിയതായി കുറച്ച് ഭാഗങ്ങൾ കയറി വന്നിട്ടുണ്ട്. ഡിവിഷൻ UDFന്റെ ഭാഗത്തേക്ക് നിർത്തുവാൻ തനിക്ക് കഴിയുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലായിരുന്നു സ്ഥാനാർത്ഥി ഫൗസിയ സജീർ. ഐക്യ ജനാധിപത്യ മുന്നണിയെ തന്നെ ഡിവിഷൻ ഭരിക്കുമെന്ന വിശ്വാസത്തിലാണ് ഫൗസിയ സജീർ. താൻ വിജയിക്കുമെന്ന ആത്മവിശ്വാസവും ഫൗസിയ സജീർ പ്രകടിപ്പിച്ചു. ഫൗസിയ സജീറിന്റെ വാക്കുകളിലേക്ക്. വനിതകളുടെ ഒരു പ്രശ്നം ആണ് കൂടുതലും മുന്നിൽ കണ്ടാണ് ഫൗസിയ കാരണം ഒരു വനിത ആയതുകൊണ്ട് കൂടുതലും സ്വാഭാവികമായിട്ടും വയോജനങ്ങൾക്കായിട്ട് വല്ലതും വയോജനങ്ങൾക്ക് ഡിവിഷനിൽ ഒരു വയോജനങ്ങളുടെ ഒരു റൂമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം പിന്നെ നമ്മളതിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അതിന് വേണ്ട കാര്യങ്ങൾ സ്വീകരിക്കാമെന്നുള്ളതിനാണ്. പഠിക്കണം, കുറച്ചും കൂടി ആലോചിച്ച് നമ്മളായി കഴിഞ്ഞപ്പോ ചിലപ്പോ അവരാവശ്യങ്ങൾ നമ്മളോട് നേരിട്ട് വന്ന് പറയും. ഇപ്പൊ നമ്മൾ വോട്ട് ചെയ്ത് ചിലപ്പോ വോട്ട് തരാമെന്നുള്ളത്, പക്ഷെ നമ്മൾ ആയി കഴിയുമ്പോഴേക്കും ഓരോരുത്തരുടെ ആവശ്യങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത്. അപ്പൊ അത് നമുക്ക് നടത്തി കൊടുക്കാൻ സാധിക്കണം. ആരാണ് ഗുരു രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ ഈ രംഗത്ത് ഗുരു എന്ന് പറഞ്ഞാൽ അല്ല, നമുക്കൊരു മാർഗദർശി ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. ഇപ്പൊ ഈ പൊതുപ്രവർത്തന രംഗത്ത് ഒരു മാർഗദർശി ഉണ്ടാവുമല്ലോ, ഞാൻ ഇന്ന ആളെ പോലെ ഞാൻ ചെയ്യും, എനിക്ക് ഇന്ന ആളെ പോലെ അല്ല. ഞാൻ പൊതുവെ ഇപ്പൊ കാണുമ്പോൾ ഇപ്പൊ ഇവിടുത്തെ നോക്കുമ്പോ നമുക്ക് കൗൺസിലർ ഒരുപാട് കാര്യങ്ങൾ സിറ്റിംഗ്, അപ്പൊ കൗൺസിലർ ഒരുപാട് കാര്യങ്ങൾ പാവപ്പെട്ട അതെല്ലാവരുടെ കാര്യത്തിനും ഒരുപോലെ തന്നെ. അത് TK അഷ്റഫ് സാർ. അപ്പൊ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഒരു പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്നതിനാണെങ്കിലും എന്തിനാണെങ്കിലും അദ്ദേഹം കാര്യം കൂടുതലും ഞാൻ അത് അറിയുന്നത്, ഞാൻ പറഞ്ഞില്ല, എന്റെ ഭർത്താവ് അദ്ദേഹത്തിന്റെ ഓഫീസ് സ്റ്റാഫാണ്. അപ്പൊ പല കാര്യങ്ങൾക്കും എന്റെ ഭർത്താവിന്റെ കൂടെ ഞാനും പോവാറുണ്ട്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ അപ്പൊ എനിക്കും അതേപോലെ ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്ക് ഉണ്ട്. എന്റെ കൂടെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഞാൻ അതിലേക്ക് എത്തിയിരിക്കും. നഗരസഭ 2ാം ഡിവിഷൻ ഒരു പക്ഷേ UDFന്റെയും LDFന്റെയും കൈവശമില്ലാത്ത ഈ 2ാം ഡിവിഷൻ UDFന്റെ ഭാഗത്തേക്ക് എത്തിക്കുവാനുള്ള ഒരു ദൗത്യമാണ് ഫൗസിയയെ മുസ്ലിം ലീഗ് ഏൽപ്പിച്ചിരിക്കുന്നത്, അതായത് UDF ഏൽപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഫൗസിയക്ക് അതിന് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.